ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. നമുക്ക് ഇന്ന് പ്ലസ് ടുവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ബോട്ടണിയിൽ തന്നെ അത്രയും നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The outer layer of pollen grain is made up of sporopollenin. What is the importance of sporopollenin? നമുക്കറിയാം പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയർ എക്സൈൻ എന്നാ വിളിക്കുക. എക്സൈൻ ഉണ്ടാക്കിയത് സ്പോറോപൊളനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ വെച്ചിട്ടാണ്. ആ സ്പോറോപൊളനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് സ്പോറോപൊളനിൻ ഹെൽപ്പ് ചെയ്യുക? സ്പോറോപൊളനിൻ പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. നമ്മളുടെ പോളൻ ഗ്രെയിൻസിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്പോറോപൊളനിൻ. ഈ സ്പോറോപൊളനിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് ഫോസിൽസ് ആയിട്ട് പ്രിസർവ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി നമ്മളുടെ പോളൻ ഗ്രെയിൻസിന് കൊടുക്കുന്നത് ഈ സ്പോറോപൊളനിനാണ്. അപ്പോൾ നമ്മളുടെ സ്പോറോപൊളനിനാണ് മെയിൽ ഗാമെറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഭാഗം. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ആളാണ് സ്പോറോപൊളനിൻ എന്ന് പറയുന്ന ആൾ. ക്ലിയർ ആണല്ലോ? സ്പോറോപൊളനിൻ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു, ഫോസിൽസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ജേം പോർസ് എന്ന് പറയുന്ന സ്ട്രക്ചർ സ്പോറോപൊളനിൻ ഇല്ലാത്ത എക്സൈൻ്റെ ഭാഗം നിങ്ങൾക്ക് അറിയാലോ. ജേം പോർസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിന്റെ കാര്യം കൂടി നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓട്ടോഗമി ആൻഡ് സീനോഗമി. രണ്ട് തരം പോളിനേഷൻസ് ആണ് തന്നത്. ശരിക്കും നമുക്ക് മൂന്ന് തരം പോളിനേഷൻ ഉണ്ട്: ഓട്ടോഗമി, ജീറ്റനോഗമി, സീനോഗമി. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓട്ടോഗമിയും സീനോഗമിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാ. നോക്കാം. ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? എന്താ ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോളിനേഷൻ വിത്തിൻ എ ഫ്ലവർ. ദാറ്റ് മീൻസ് പോളൻ ഗ്രെയിൻസ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം anther to stigma of same flower. ഒരേ ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള പോളൻ ഗ്രെയിന് അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി. സോ ഓട്ടോഗമിയെ നമുക്ക് മറ്റൊരു പേരും കൂടി വിളിക്കാം, സെൽഫ് പോളിനേഷൻ. ഓട്ടോഗമി ഈസ് അതർവൈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മറ്റൊരു പോളിനേഷനാണ് സീനോഗമി. വാട്ട് ഈസ് സീനോഗമി? സീനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം anther to stigma of another flower of different plant. മറ്റൊരു പ്ലാന്റിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് സീനോഗമി. സോ സീനോഗമിയെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കുക. ട്രൂ ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കാം. നോക്കാട്ടോ. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിച്ചോ. സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി. എന്നാൽ ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവറിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. സ്റ്റിഗ്മയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നതെന്ന് വിചാരിച്ചോ. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സീനോഗമി. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പോളിനേഷനാണ് ഓട്ടോഗമിയും സീനോഗമിയും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതിയാൽ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. If the female parent produces bisexual flowers, emasculation is necessary in artificial hybridization. What is emasculation? നമുക്കറിയാം, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സിനെ ഫ്യൂസ് ചെയ്തിട്ട് പുതിയ തലമുറയെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇവിടെ പോളിനേഷൻ നടത്തുന്നത് നമ്മൾ തന്നെ ആർട്ടിഫിഷ്യലി ആണ്. അങ്ങനത്തെ പോളിനേഷനാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ. നോക്കൂ, ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണെന്ന് വിചാരിച്ചോ. ഈ ബൈസെക്ഷൽ ഫ്ലവറിൽ മെയിൽ സെക്സ് ഓർഗനും ഉണ്ടായിരിക്കും, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടായിരിക്കും.
ഈ മെയിൽ സെക്സ് ഓർഗനിൽ നിന്നുണ്ടാവുന്ന പോളൻ ഗ്രെയിൻ ഫീമെയിൽ സെക്സ് ഓർഗനിലേക്ക് എത്തിയിട്ട് ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് ഇല്ലേ? ആ ചാൻസിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ നമുക്ക് കിട്ടുക? അല്ലല്ലോ. ആ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മളുടെ മെയിൽ സെക്സ് ഓർഗനിലെ ആന്തർ, അതുപോലെ തന്നെ നമ്മളുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗൻ, ആ മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് മെയിൽ സെക്സ് ഓർഗൻ ബിഫോർ അറ്റൈനിങ് മെച്യൂരിറ്റി. ഫ്ലവർ മെച്യൂർ ആവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം. ഈ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിലുള്ള ആ മെയിൽ സെക്സ് ഓർഗനെ അവോയ്ഡ് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. എന്തിനു വേണ്ടിയിട്ടാ? സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമാസ്കുലേഷൻ. ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഒരു 6 സ്റ്റെപ്പ് നമ്മൾക്ക് അറിയുന്നതാണ്. ആ 6 സ്റ്റെപ്പുകൾ നിർബന്ധമായിട്ടും പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്യൂഷൻ ഓഫ് polar nuclei with a male gamete in double fertilization result in formation of endosperm. Write down the ഫംഗ്ഷൻ ഓഫ് എൻഡോസ്പേം. എന്താണ് എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ? എന്തിനാണ് എൻഡോസ്പേം? നമുക്കറിയാം ഡെവലപ്പിംഗ് സൈഗോട്ടിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് എൻഡോസ്പേം ഈസ് ദ എൻഡോസ്പേം ആക്ട് ആസ് ഫുഡ് ഫോർ ഡെവലപ്പിംഗ് സൈഗോട്ട്. വളർന്നു വരുന്ന സൈഗോട്ട്, വളർന്നു വരുന്ന എംബ്രിയോ, ഈ എംബ്രിയോയ്ക്കും സൈഗോട്ടിനുള്ള ഭക്ഷണമായിട്ട് മാറുന്ന ആളാണ് എൻഡോസ്പേം എന്ന് പറയുന്ന ആള്. സോ എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ സിമ്പിൾ അല്ലേ? ഫുഡ് ഫോർ ഡെവലപ്പിംഗ് സൈഗോട്ട് ഓർ എംബ്രിയോ. ഡെവലപ്പ് ചെയ്യുന്ന സൈഗോട്ടിന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്കുള്ള ഭക്ഷണമാണ് എൻഡോസ്പേം എന്ന് പറയുന്ന ആള്. റൈറ്റ് ബ്രീഫ്ലി about the endosperm development in coconut. കോക്കനട്ടിലുള്ള എൻഡോസ്പേം ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. നമുക്കറിയാം കോക്കനട്ടിന്റെ കേസിൽ നടക്കുന്ന എൻഡോസ്പേം ഡെവലപ്മെന്റ് ആണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഡെവലപ്മെന്റ്. കോക്കനട്ടിലെ എൻഡോസ്പേം ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള എൻഡോസ്പേമാ. എന്താണെന്നറിയോ? നമ്മളുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ട് എന്ന് വിചാരിക്കുക. പ്രൈമറി എൻഡോസ്പേം സെല്ല്, അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ആണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ആ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇല്ലേ, അതുപോലെ പ്രൈമറി എൻഡോസ്പേം സെല്ലിലുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇല്ലേ, അവർക്ക് കാരിയോകൈനസിസ് മാത്രമേ നടക്കുള്ളൂ. അഥവാ അവരുടെ ഉള്ളിൽ ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ കിട്ടൂലേ. എന്നിട്ട് എന്താ ഉണ്ടാവാന്നറിയോ? ന്യൂക്ലിയർ ഡിവിഷന് ശേഷം ഈ സൈഡ്സിലൊക്കെ കിടക്കുന്ന സെല്ലുകളിലെ മീൻസ് ന്യൂക്ലിയസുകളിലെ ആ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾസ് ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. ആ പറഞ്ഞ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾ ഫോം ചെയ്യും. സെൻറ്ററിൽ മാത്രം നമ്മളുടെ ന്യൂക്ലിയസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ഓക്കെ ആണല്ലോ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് കാരിയോകൈനസിസ് മാത്രം നടക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂക്ലിയസ് കിട്ടും. ആ ന്യൂക്ലിയസിൽ പെരിഫറൽ പോർഷനിലുള്ള ന്യൂക്ലിയസിന് ചുറ്റും സൈറ്റോകൈനസിസ് സെൽ വാൾ ഫോർമേഷൻ നടക്കും. സെന്ററിൽ ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് തന്നെ കിടക്കും. ഇത്തരത്തിലുള്ള ഒരു എൻഡോസ്പേം ഡെവലപ്മെന്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ക്ലിയർ ആണ്? സെറ്റ് ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് 4 പെക്യുലിയാരിറ്റീസ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. നമുക്കറിയാം പലതരത്തിലുള്ള പോളിനേറ്റേഴ്സിനെ നമുക്കറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിനേറ്റർ ആണ് ഇൻസെക്ട് പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസെക്ട്സ്. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്താ? ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്നറിയോ? ഫ്ലവേഴ്സ് ആർ ലാർജ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ്. നമ്മളുടെ ചെമ്പരത്തിയൊക്കെ ഒന്ന് ഓർത്താൽ മതി. ചെമ്പരത്തിക്ക് നല്ല സൈസ് ഇല്ലേ, നല്ല ബ്രൈറ്റ്ലി കളേർഡ് അല്ലേ, ഇൻസെക്ട് പോളിനേറ്റഡ് അല്ലേ? ഒന്നാമത്തെ ഫീച്ചർ ഓക്കെ കേട്ടോ, ലാർജ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്നറിയോ? ദേ പ്രൊഡ്യൂസ് ഓർഡർ.
എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ലില്ലേ, അവർക്ക് പല സ്മെല്ലുണ്ടാവും. ചിലപ്പോൾ നല്ല മണമായിരിക്കും, ചിലപ്പോൾ ചീത്ത മണമായിരിക്കും. നമ്മളുടെ ചേനപ്പൂവൊക്കെ ഉണ്ടല്ലോ, ചേനപ്പൂവിന് ഭയങ്കര വൃത്തിയായിട്ട സ്മെല്ലല്ലേ, അതും ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ചിലപ്പോൾ നമ്മളുടെ റോസാപ്പൂവ് നല്ല സ്മെല്ലല്ലേ, ആ റോസാപ്പൂവും ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പലതരത്തിലുള്ള സ്മെല്ല് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇവരുടെ ഒരു ഫീച്ചർ ആട്ടോ. അടുത്ത ഒരു ഫീച്ചറാണ് ദേ പ്രൊഡ്യൂസ് നെക്ടർ. അവരുടെ ഉള്ളിൽ പൂന്തേൻ ഉണ്ടായിരിക്കും, നെക്ടർ ഉണ്ടായിരിക്കും. നെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻസെക്റ്റ് വരുമല്ലോ, ആ ഇൻസെക്റ്റ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പോളിനേഷൻ നടത്തിക്കൂടെ, അതാണ് അവർ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ ഉള്ളിൽ നമുക്ക് ഓർഡർ ഉണ്ടായിരിക്കും, നെക്ടർ ഉണ്ടായിരിക്കും. അവർ ബ്രൈറ്റ്ലി കളേർഡ് ലാർജ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. പിന്നെ ഒരു ഫീച്ചർ ഉണ്ട്, ദേ പ്രൊവൈഡ് ഫ്ലോറൽ റിവാർഡ്സ്. അവർ പലതരത്തിലുള്ള ഫ്ലോറൽ റിവാർഡ്സ് കൊടുക്കും. വരുന്ന പോളിനേറ്റേഴ്സിന് പലതരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കും. അപ്പോഴല്ലേ അവർ ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ്. ഇവരുടെ പോളൻ ഗ്രെയിൻസ് എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒട്ടിപ്പിടിച്ചിങ്ങനെ പോകും. ഇപ്പോൾ നമ്മളുടെ ഇൻസെക്റ്റ് ഒക്കെ വന്ന് പൂവിൽ തേന് കുടിക്കുന്ന സമയത്തെ നമ്മളുടെ ഇൻസെക്റ്റിൻ്റെ മേലൊക്കെ ഈ പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും, സ്റ്റിക്കി ആയതുകൊണ്ട്. അപ്പോൾ ഈസി ആയിട്ട് പോളിനേഷൻ നടത്തിക്കൂടെ. സ്റ്റിക്കി പോളൻ ഗ്രെയിൻസിനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 5 ഫീച്ചേഴ്സ് നമുക്ക് കിട്ടിയില്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഓരോ പോളിനേറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ പോളിനേഷൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം, നോക്കിക്കോളൂ. ബനാന ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. വാട്ട് ആർ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? എന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രൂട്ട്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിന്റെ ഫ്യൂഷൻ അല്ലേ. ഇങ്ങനെ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് ഓവറിയാണ് സാധാരണ ഫ്രൂട്ടായിട്ട് മാറാം. എന്നാൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട്സിൽ മാത്രം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നില്ല. ഫ്യൂസ് ചെയ്യാതെ തന്നെ ഓവറി ഫ്രൂട്ടായിട്ട് മാറാമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഓക്കെ ആണല്ലോ. ഹൗ ക്യാൻ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ്ഡ്? എങ്ങനെ നമുക്ക് പാർത്തനോകാർപ്പി കൂട്ടാൻ പറ്റും? കഴിഞ്ഞ വർഷം ലാസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ഓക്സിൻ. ഈ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണിനെ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാർത്തനോകാർപ്പി ഏത് പ്ലാന്റിലാണോ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യേണ്ടത് ആ പ്ലാന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്സിനെ പോലെയുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അവിടെ ഓക്സിൻ്റെ ഫീച്ചർ പഠിച്ചപ്പോൾ അത് തന്നെ പഠിച്ചിട്ടുണ്ട്, ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോ. ടൊമാറ്റോയിൽ പാർത്തനോകാർപ്പി കൂട്ടും. അതുപോലെ തന്നെ ബനാനയിലൊക്കെ നമ്മൾ ഓക്സിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർത്തനോകാർപ്പിയെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫറെന്റ് സ്റ്റേജസ് of development of dicot embryo are given below. Arrange them in correct order. Heart shaped embryo, globular embryo, mature embryo, pro embryo. Embryo formation ഒരു ഓർഡർ നമ്മളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, PGHM. PG കഴിഞ്ഞാൽ ഹെഡ് മാഷ് ആവാം, HM ആവാന്ന് പഠിച്ചു വെക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്ക് ഹെഡ് മാഷ് ആവാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചു വെക്കുക. നോക്കടാ, P എന്തിനു വേണ്ടിയിട്ടാ? P സ്റ്റാൻഡ്സ് ഫോർ പ്രോ എംബ്രിയോ, G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലോബുലാർ എംബ്രിയോ, H സ്റ്റാൻഡ്സ് ഫോർ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, M സ്റ്റാൻഡ്സ് ഫോർ മെച്യൂർ എംബ്രിയോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിന് ഓർഡറിലാക്കി കൂടെ മക്കളെ. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. ഇങ്ങനെയാണ് ഈ നമ്മളുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്കറിയാലോ. സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയായിട്ടോ വരിക. ഓർഡർ നോക്കണ്ട, PG കഴിഞ്ഞാൽ HM ആവാം, PG കഴിഞ്ഞാൽ HM ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Self-incompatibility is an outbreeding mechanism seen in plants. Explain self-incompatibility. എന്താ self-incompatibility? സംഭവം ഒന്നുമില്ല. നമ്മളുടെ സ്റ്റിഗ്മ, ഗൈനീഷ്യത്തിൻ്റെ സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് വീണു എന്ന് വിചാരിച്ചോ. ആ പോളൻ ഗ്രെയിനെ നമ്മളുടെ പിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റിഗ്മ ഒബ്സർവ് ചെയ്യും.
ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് സ്വന്തം ജീൻ അടങ്ങിയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ് വന്നത് എന്ന് വിചാരിക്കുക. അവർ ഒരു ജനറ്റിക് മെക്കാനിസത്തിലൂടെ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷനിൽ നമുക്കറിയാം ഇവർ നന്നായിട്ട് കെമിക്കൽ മീഡിയേറ്റഡ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഈ ഇന്ററാക്ഷന്റെ സമയത്ത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം പോളൻ ഗ്രെയിൻ ആണോ വന്നത് മറ്റേതെങ്കിലും പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻ ആണോ. സ്വന്തം പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ജീൻസ് സെയിം ആയിരിക്കില്ല മക്കളെ. ആ ജീൻസിന്റെ ബേസിൽ സ്വന്തം പോളൻ ഗ്രെയിനെ അവർ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞാലേ അവർ പോളൻ ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ പോളൻ ഗ്രെയിൻസ്. ആ പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ അവർ പ്രിവെന്റ് ചെയ്യും. പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ അവരെന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അത്തരത്തിലുള്ള ഒരു ജനറ്റിക് മെക്കാനിസം, സ്വന്തം പോളൻ ഗ്രെയിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ജെർമിനേറ്റ് ചെയ്യിപ്പിക്കാത്തൊരു മെക്കാനിസം, ആ മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം എന്നല്ലേ, ഇൻകോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്നൊക്കെ അല്ലേ. സ്വന്തം പോളൻ ഗ്രെയിനെ വളരാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു ജനറ്റിക് മെക്കാനിസം, ആ ജനറ്റിക് മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. ഒരു മെയിൻ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാ. സെറ്റ് അല്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 outbreeding devices developed by plants to prevent self-pollination are given below. Complete the chart by adding 2 more points. 2 points ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ, സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. രണ്ടാമത്തെ പോയിന്റ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. 2 പോയിന്റ്സ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസിൽ 4 ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം, ഒന്ന് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി, മറ്റൊന്ന് യൂണിസെക്ഷൽ ഫ്ലവറാണ്. സ്വന്തം പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. മറ്റൊരു മെക്കാനിസം ഉണ്ട്, അതാണ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തതാണ് അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ ഇൻ മെച്ചുറേഷൻ ഓഫ് സെക്സ് ഓർഗൻസ്. അഥവാ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ അറ്റ് എ ടൈം മെച്ചുർ ആവുമ്പോഴാണല്ലോ നമുക്ക് അവിടെ സെൽഫ് പോളിനേഷൻ്റെ ചാൻസ് ഉണ്ടാവുക. ഇപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള നമ്മളുടെ മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷ്യവും ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഗൈനീഷ്യവും ഒരേ സമയത്ത് മെച്ചുർ ആവുമ്പോഴല്ലേ സെൽഫ് പോളിനേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കുക, ആദ്യം ആൻഡ്രീഷ്യം മെച്ചുറായി, ആന്തർ മെച്ചുറായി, എന്നിട്ട് പോളൻ ഗ്രെയിൻസിനെ കംപ്ലീറ്റ് അവർ റിലീസ് ചെയ്തു. ഒരുപാട് നേരത്തിന് ശേഷം ആ ഗൈനീഷ്യം മെച്ചുർ ആവുന്നതെന്ന് വിചാരിക്കുക, സെൽഫ് പോളിനേഷൻ്റെ ചാൻസ് കുറയില്ലേ? അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചു നടന്നു. ആദ്യം ഗൈനീഷ്യം മെച്ചുറായി, എന്നിട്ട് അവിടെ പോളിനേഷനൊക്കെ നടന്നു, അവിടുത്തെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആന്തർ മെച്ചുർ ആവുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴും സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്തൂടെ? ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ 2 ടൈമിൽ മെച്ചുർ ആക്കാം. അപ്പോൾ നമുക്ക് സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്യാം. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാ. മറ്റൊന്നാണ് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് സെക്സ് ഓർഗൻ. ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്. അഥവാ മെയിൽ സെക്സ് ഓർഗനെയും ഫീമെയിൽ സെക്സ് ഓർഗനെയും 2 ഹൈറ്റിൽ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ചെമ്പരത്തിൻ്റെ കേസിൽ നമുക്കറിയാം ഫീമെയിൽ സെക്സ് ഓർഗൻ കുറച്ച് മേലെയും മെയിൽ സെക്സ് ഓർഗൻ സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് പോളൻ ഗ്രെയിൻസ് മേലേക്ക് പോയി വീഴാനുള്ള ചാൻസ് കുറവാണ്. ആ ചാൻസ് കുറയ്ക്കുന്ന ഡിവൈസസിനെയും നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ 2 ഹൈറ്റ്സിൽ ഡിഫറെൻറ്റ് ഹൈറ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ നമുക്ക് ആ ഒരു ചാൻസ് കുറവല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഹെറ്റിറോസ്റ്റൈലി. ഹെറ്റിറോസ്റ്റൈലി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഹൈറ്റിൽ നമ്മളുടെ സെക്സ് ഓർഗൻസിനെ പ്ലേസ് ചെയ്യാം. ഇത് നമുക്കൊരു മേജർ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആയിട്ട് പറയാം. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലാബൽ ദ പാർട്സ് എ, ബി, സി ആൻഡ് ഡി. നമുക്ക് കുറേ പാർട്സ് തന്നിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഫിഗറാണ്. ഡൈക്കോട്ട് എംബ്രിയോയുടെ ചിത്രമാണ് നമുക്കറിയാം. ഓക്കെ, ഡൈക്കോട്ട് എംബ്രിയോന്റെ ഫിഗറിൽ നോക്ക്. ഫസ്റ്റ് ഭാഗം എ എന്ന് പറയുന്ന ഭാഗം ഏറ്റവും ടിപ്പ് റീജിയൺ അല്ലേ? ഇതാണ് ഇവരുടെ പ്ലുമ്യൂൾ എന്ന് പറയുന്ന ഭാഗം, അഥവാ നമ്മളുടെ ഷൂട്ട് ടിപ്പൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് എ എന്ന് പറയുന്ന ഭാഗം. ബി എന്ന് പറയുന്ന ഭാഗം നോക്കൂ, 2 കോട്ടിലിഡൻസ് അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് കിടക്കല്ലേ? ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോട്ടിലിഡൻസ്, നമ്മളുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം. പിന്നെ സി എന്ന് പറയുന്ന ഭാഗം നോക്ക്, താഴെയുള്ള ഭാഗം അല്ലേ? ഈ ഭാഗമാണ് റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, റൂട്ടൊക്കെ ജെർമിനേറ്റ് ചെയ്യുന്ന ഭാഗം. റാഡിക്കലിൻ്റെ ഒരു ക്യാപ്പ് കണ്ടോ താഴെ കിടക്കുന്നു? ഇതാ ഒരു ക്യാപ്പ് റീജിയൻ കണ്ടോ അവിടെ കിടക്കുന്നു. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാ റൂട്ട് ക്യാപ്പ്. ഇത്തരത്തിൽ ഡൈക്കോട്ട് എംബ്രിയോയും മോണോകോട്ട് എംബ്രിയോയും ചിത്രം തന്നിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വെറുതെ മാർക്ക് കളയരുത് കേട്ടോ. ആ ചിത്രം നമ്മളുടെ ടെക്സ്റ്റിലുള്ള ചിത്രം നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ഒബ്സർവ് ദ ഫിഗർ ഓഫ് മോണോകോട്ട് സീഡ് ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് ABCD. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. നോക്കൂ, എ എന്ന് പറയുന്ന ഭാഗം ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം അല്ലേ. ഈ ഭാഗത്തിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എൻഡോസ്പേം എന്ന് പറഞ്ഞിട്ടാ. നമ്മളെ ഭക്ഷണം എൻഡോസ്പേം അല്ല അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തേ. അപ്പോൾ A സ്റ്റാൻഡ്സ് ഫോർ എൻഡോസ്പേം. B എന്ന് പറഞ്ഞ ഭാഗം നോക്കൂ, ഒരു ഷീൽഡ് ഷേപ്ഡ് ആയിട്ടുള്ള കോട്ടിലിഡൻ അല്ലേ. ആ B എന്ന് പറയുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാ സ്ക്യൂട്ടല്ല. ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിഡൻ ഓഫ് മോണോകോട്ട് എംബ്രിയോ, സ്ക്യൂട്ടല്ല കേട്ടോ. സി എന്ന് പറയുന്ന ഭാഗം കവറിങ് അല്ലേ. ആ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ഭാഗത്തിനെ നമ്മൾ പ്ലിമ്യൂൾ എന്നാണോ റാഡിക്കൽ എന്നാണോ വിളിക്കുക? അപ്പർ റീജിയൻ അല്ലേ, പ്ലിമ്യൂൾ അല്ലേ. പ്ലിമ്യൂളിന്റെ കവറിങ് ആണ് കോളിയോപ്റ്റൈൽ. ഓക്കെ. ഡി എന്ന് പറയുന്ന ഭാഗം കവറിങ്ങിലേക്കല്ല, അതിന്റെ മുമ്പ് വെച്ചിട്ടുള്ളത്. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാ റാഡിക്കൽ. ഈ റാഡിക്കലിന്റെ കവറിങ്ങിന് വിളിക്കുന്ന പേരാണ് എന്ത്? കോളിയോ റൈസ. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാ കോളിയോപ്റ്റൈൽ. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാ റാഡിക്കൽ. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാ സ്ക്യൂട്ടല്ല. ഓക്കെ ആണല്ലോ. ഈ ഫിഗേഴ്സ് നമ്മളുടെ ടെക്സ്റ്റിൽ 1-2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സ് ഒക്കെ കൃത്യമായി നോക്കി വെച്ചുകൊണ്ടു ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ, 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മക്കളെ. നന്നായിട്ട് നോക്കി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വായിച്ചു നോക്കിക്കോളൂ. ലിസ്റ്റ് ഔട്ട് എനി 2 devices in plants which helps to discourage self pollination and to encourage cross pollination. സെൽഫ് പോളിനേഷനെ കുറയ്ക്കാനും ക്രോസ് പോളിനേഷനെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാ? സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ലേ. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാന്നാ ചോദിച്ചേ. വാട്ട് ആർ വാരിയസ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? 4 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് നമുക്കറിയാലോ. ഒന്നാമത്തെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ഒക്കെ യൂണിസെക്ഷൽ ആക്കാം. എല്ലാ ഫ്ലവേഴ്സും ഒറ്റ സെക്സ് ഓർഗൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കുമോ? ഇല്ലല്ലോ. 2 സെക്സ് ഓർഗൻ ആകുമ്പോഴല്ലേ സെൽഫ് പോളിനേഷൻ നടക്കുക. ഒറ്റ സെക്സ് ഓർഗൻ ആകുമ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കൂല. സോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തത് എന്താണെന്നറിയോ? സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. സ്വന്തം പോളൻ ഗ്രെയിൻസിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ വളർത്താതിരിക്കുക, അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുക. അതാണ് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. മൂന്നാമത്തെ ഒന്നാണ് avoiding synchronization in maturation of sex organs. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാട്ടോ, അതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ. നാലാമത്തെ ഒരു മെക്കാനിസം ആണ് ഹെറ്റിറോസ്റ്റൈലി. ഹെറ്റിറോസ്റ്റൈലി എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. എക്സ്പ്ലനേഷൻ എഴുതണേ. എന്താ ഹെറ്റിറോസ്റ്റൈലി എന്ന് പറഞ്ഞാൽ? ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്. സെക്സ് ഓർഗൻസിനെ 2 സ്ഥലങ്ങളിൽ 2 ഹൈറ്റിലായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി നമുക്ക്, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഒവ്യൂളിൻ്റെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഭാഗം അടയാളപ്പെടുത്താനാണ്. എ എന്ന് പറയുന്ന ഒരു റീജിയൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒവ്യൂളിൻ്റെ തണ്ട. ആ തണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? എ എന്ന് പറയുന്ന റീജിയൻ. ഇതാ ഈ തണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫ്യൂണിക്കിൾ എന്നല്ലേ മക്കളെ? സ്റ്റോക്ക് ഓഫ് ഒവ്യൂൾ ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞ ഭാഗമല്ലേ അവിടെ തന്നെ. ഇനി ബി നോക്ക്, ഒരു ഓപ്പണിങ്ങാ, ചെറിയൊരു ഓപ്പണിങ്ങാ. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മൈക്രോപൈൽ എന്നല്ലേ? മൈക്രോപൈൽ. അതിന്റെ താഴത്ത് തന്നെ തന്നിട്ടുണ്ട് മൈക്രോപൈലാർ പോൾ. അപ്പൊ ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? മൈക്രോപൈലാർ റീജിയൻ, മൈക്രോപൈൽ എന്നല്ലേ. ഇനി നോക്ക്, സി എന്ന് പറഞ്ഞിട്ട് ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ന്യൂസെല്ലസ് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ആ സി എന്ന് പറഞ്ഞ റീജിയൻ എന്തിനായിരിക്കും കാണിക്കുക? അത് മിക്കവാറും കാണിക്കുക മെഗാസ്പോറിനെ ആയിരിക്കും കേട്ടോ. മെഗാസ്പോറിനെയോ മെഗാസ്പോർ മദർ സെല്ലിനെയോ ആയിരിക്കും അത് കാണിക്കുക. നമ്മളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് മെഗാസ്പോർ മദർ സെൽ എന്നായിരിക്കും, അല്ലെങ്കിൽ മെഗാസ്പോർ എന്നായിരിക്കും. ആ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് എന്താണോ അത് വേണം കേട്ടോ നിങ്ങൾ പഠിക്കാൻ. ആൻഡ് ഡി, ഈ മൈക്രോപൈലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം, ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാ ചലാസ. എന്തെന്നാ വിളിക്കുക? ചലാസ. അപ്പൊ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ഈസി അല്ലേ? ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈല്, ഔട്ടർ ഇൻഡഗ്യുമെന്റ്, ഇന്നർ ഇൻഡഗ്യുമെന്റ്, ന്യൂസെല്ലസ്, മെഗാസ്പോർ, അതുപോലെ തന്നെ ചലാസ. ഓക്കെ ആണല്ലോ. മെഗാസ്പോർ എന്ന ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
എംബ്രിയോസാക്ക് എന്നാണ് എഴുതേണ്ടത്, പക്ഷേ എംബ്രിയോസാക്കിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അതിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മെഗാസ്പോർ എന്നോ മെഗാസ്പോർ മദർ സെൽ എന്നോ പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓഫ് മെച്ചുർ എംബ്രിയോസാക്ക്, ലേബൽ എ ആൻഡ് ബി. നമ്മളുടെ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ ഇതാ, എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാ. സുഖല്ലേ? ചലാസൽ എൻഡിൽ കാണുന്ന 3 സെൽസ് അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എ എന്ന് പറയുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നമ്മൾ അതിനെ വിളിക്കുന്ന പേരല്ലേ മക്കളെ ആന്റിപോഡൽ സെൽസ്. ആന്റിപോഡൽസ് അല്ലെങ്കിൽ ആന്റിപോഡൽ സെൽസ് എന്നല്ലേ വിളിക്കുക. ഇതാ ചലാസൽ എൻഡിൽ കാണുന്ന 3 സെൽസിനെ നമ്മൾ വിളിക്കുക ആന്റിപോഡൽസ് എന്നല്ലേ. ഇനി ബി എന്ന് പറയുന്ന ഭാഗോ? ഇതാ ബി എന്ന് പറയുന്ന ഭാഗം 2 സെല്ലുകളാ. താഴെ നമ്മളുടെ മൈക്രോപൈലാർ എൻഡിൽ 3 സെല്ലാ കാണുന്നത്. അതിൽ നടുക്കത്തെ സെല്ല് എഗ് എന്ന് പറഞ്ഞു. 2 സൈഡിലുള്ള സെല്ലുണ്ട്. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാ സൈനർജിഡ്സ്. സൈനർജിഡ്സ് എന്ന് വിളിക്കും. ക്ലിയർ ആണേ? സൈനർജിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്. നോക്കൂ മക്കളെ, സൈനർജിഡിന്റെ താഴെ കണ്ടോ ചില സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഇല്ലേ? നല്ല കട്ടിക്ക് നിൽക്കുന്ന ചില ഭാഗമില്ലേ? ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഫിലിഫോം അപ്പാരറ്റസ്. അവരെന്തിനാ ഹെൽപ്പ് ചെയ്യുക? ദേ ഹെൽപ്സ് ടു ഗൈഡ് പോളൻ ട്യൂബ്. നമ്മളുടെ പോളൻ ട്യൂബ് ഇല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റിനെ കൊണ്ടുവരുന്ന പോളൻ ട്യൂബ് ഇല്ലേ, ആ പോളൻ ട്യൂബ് കറക്റ്റ് ഇങ്ങനെ വന്ന് നമ്മളുടെ മൈക്രോപൈലാർ എൻഡിലൂടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലല്ലേ അവിടെ പോളിനേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ആ പോളൻ ട്യൂബിനെ കറക്റ്റായിട്ട് ഗൈഡ് പോളൻ ട്യൂബ് ടുവാർഡ്സ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കേണ്ടേ ആ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന ആളുടെ പേരാണ് എന്ത്? ഫിലിഫോം അപ്പാരറ്റസ്. സോ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താ? ഗൈഡ് പോളൻ ട്യൂബ് ടുവാർഡ്സ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ഒവ്യൂളിന്റെ ഓപ്പണിംഗിലേക്ക് മൈക്രോപൈലാർ എൻഡിലേക്ക് നമ്മളുടെ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിലിഫോം അപ്പാരറ്റസ്. ക്ലിയർ ആണ്? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓഫ് മൈക്രോസ്പോറാഞ്ചിയ and label the parts A, B, C, D. അഥവാ വാൾ ലെയേഴ്സ് ഓഫ് ആന്തർ. ആന്തറിന്റെ വാൾ ലെയേഴ്സ് ഏതാ? നോക്കൂ മക്കളെ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ എ എന്ന് പറയുന്നത്? ആ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാ എപ്പിഡെർമിസ്. ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എപ്പിഡെർമിസ്. രണ്ടാമത്തെ ലെയർ നോക്ക്, സെക്കൻഡ് ലെയർ അല്ലേ? രണ്ടാമത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാ എൻഡോതീസിയം. എപ്പിഡെർമിസ് കഴിഞ്ഞ് വരുന്ന ലെയർ ആണ് എൻഡോതീസിയം. പിന്നുള്ളത് 2 ലെയേഴ്സ് ഉണ്ട്. ആ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാ മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ്. ആൻഡ് ലാസ്റ്റ് ലെയർ കണ്ടോ, ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ലെയർ കണ്ടോ, ന്യൂട്രിറ്റീവ് ഫംഗ്ഷൻ കൊടുക്കുന്ന ലെയർ ഇല്ലേ, ആ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാ മക്കളെ ടപ്പീറ്റം. സോ വാട്ട് ആർ ദ 4 വാൾ ലെയേഴ്സ് ഓഫ് ആന്തർ എന്ന് ചോദിച്ചാലും, ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ചോദിച്ചാലും, മൈക്രോസ്പൊറാഞ്ചിയന്റെ 4 വാൾ ലെയേഴ്സ് ഏതാന്ന് ചോദിച്ചാലും ഒക്കെ സെയിം തന്നെ കേട്ടോ. എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഇതിൽ ഈ ആദ്യത്തെ 3 ലെയേഴ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഇവര് പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം. നമ്മളുടെ സ്പോറോജീനസ് ടിഷ്യൂവിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണ്ടേ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം. അതുപോലെ തന്നെ ഡെഹിസൻസ് ഓഫ് ആന്തർ. ആന്തർ ഇല്ലേ, ആന്തറിന്റെ ഉള്ളിലല്ലേ പോളൻ ഗ്രെയിൻസ് ഉള്ള. പോളൻ ഗ്രെയിൻ പുറത്തു വരണമെങ്കിൽ ആന്തർ പൊട്ടണ്ടേ. ആ ആന്തറിന്റെ ഡെഹിസൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗവും ഏതാ? നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 3 ലെയേഴ്സാ. എന്നാൽ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ടപ്പീറ്റം നറിഷസ് ഡെവലപ്പിംഗ് പോളൻ. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോളൻ ഗ്രെയിൻ ഇല്ലേ, ആ പോളൻ ഗ്രെയിനിന് ഫുഡ് കൊടുക്കണ്ടേ, അത് ഫുഡ് കൊടുക്കുന്ന ആളുടെ പേരാണ് ടപ്പീറ്റം. ഓക്കെ ആണല്ലോ. ഇത്രയാണ് വാൾ ലെയേഴ്സ് ഓഫ് ആന്തർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഫിഗേഴ്സ് കൃത്യമാക്കി നോക്കി പഠിച്ചോ. ഒരുപാട് ഫിഗർ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. അടുത്ത ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ അത്രയധികം ഫിഗേഴ്സ് വന്നിട്ട് ചോദിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓരോ ചിത്രങ്ങളും ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഓരോ ചിത്രവും മാർക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ചാപ്റ്റർ അല്ല കേട്ടോ. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കൊണ്ടുവരാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. Target Learning App, Kerala's most trusted learning partner.